ഓക്കെ, ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി നമ്മളുടെ ഇന്ത്യയിലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ISI, അത് എപ്പോൾ സ്ഥാപിച്ചു, ആര് സ്ഥാപിച്ചു, എവിടെ സ്ഥാപിച്ചു തുടങ്ങിയ കാര്യങ്ങളും അതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടുന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് എ unique institution devoted to research, teaching and application of statistics, natural science and social sciences. അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓരോ മേഖലകളിലും അത് അപ്ലൈ ചെയ്യാനും അതുപോലെ പഠിപ്പിക്കാനും, അവിടെ നമ്മൾ പലതരം കോഴ്സുകൾ നടത്തുന്നുണ്ട്, പഠിപ്പിക്കാനും ഒക്കെ നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രശസ്തമായ സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് സ്ഥാപിച്ചത് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ്, പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫൗണ്ടഡ് ബൈ പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് ഇൻ കൊൽക്കത്ത ഓൺ 17th December 1931. 1931 ഡിസംബർ 17 കൊൽക്കട്ടയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റാണ്, ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ നേരത്തെ ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആരാന്ന് പഠിച്ചിരുന്നു. ആരായിരുന്നു? ഡോക്ടർ റൊണാൾഡ് ആൽമർ ഫിഷർ, അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ RA ഫിഷർ. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് ആണ്. ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷസ് സംഖ്യ, ദ ഇന്ത്യൻ ജേണൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി അടുത്ത സെന്റൻസിൽ പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാനപ്പെട്ട 2 ജേണൽസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് സംഖ്യ, അതൊരു ജേണലിന്റെ പേരാണ്. അതുപോലെ വേറെ ഒരു ജേണൽ കൂടെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ജേണൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ 2 പേര് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പേരാണ് റെഡിങ്കിൽ കാണാമല്ലോ, 2 ജേണൽസിന്റെ പേരുകളാണ്. ഇൻ റെക്കഗ്നിഷൻ ഓഫ് ദ notable contributions made by Professor P.C. Mahalanobis in the fields of economic planning and statistical development in the post-independent era, the Government of India has decided to designate 29th June every year, coinciding with his birth anniversary, as a statistical day in the category of special day to be celebrated at the national level. ഒരു സെന്റൻസ് അല്ലെ, വലിയ സെന്റൻസ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പ്രൊഫസർ PC മഹലനോബിസ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നേടിത്തന്ന അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ജൂൺ 29, അതായത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിട്ടുള്ള അല്ലെങ്കിൽ ബർത്ത് ആനിവേഴ്സറി ആയിട്ടുള്ള ആ ദിവസം ജൂൺ 29 നമ്മൾ നാഷണൽ ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 2 പോയിന്റ്സ് ആണുള്ളത്. എന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29th ജൂൺ. അതുപോലെ എന്തുകൊണ്ട് 29th ജൂൺ എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള പ്രൊഫസർ PC മഹലനോബിസിന്റെ ബർത്ത് ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട് നമ്മൾ ജൂൺ 29th സെലക്ട് ചെയ്തിരിക്കണം നാഷണൽ ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളിട്ടും സദ്യ വെച്ചും സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെ. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെമിനാർ കണ്ടക്ട് ചെയ്തിട്ടും ചർച്ചകൾ, സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ കണ്ടക്ട് ചെയ്തിട്ടും മത്സര പരീക്ഷകൾ, ക്യൂസ് കോമ്പറ്റീഷൻസ് തുടങ്ങിയവ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇവയെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ലാസ്റ്റ് സെന്റൻസ്. ദ ഡേ ഈസ് സെലിബ്രേറ്റഡ് ബൈ ഹോൾഡിംഗ് സെമിനാർസ്, discussions and competitions to highlight the importance of official statistics in national development. അടുത്തത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരളത്തിലുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷനും അല്ലെങ്കിൽ അനാലിസിസുമായിട്ട് ഒഫീഷ്യലി നടത്താൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്.
The Director of Economics and Statistics, Government of Kerala, is the nodal agency of the state responsible for the systematic collection, compilation, analysis, interpretation, and dissemination of statistics relating to various sectors of Kerala economy. അപ്പൊ നമ്മളുടെ കേരളത്തില് ഒഫീഷ്യലി അതല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ ഡാറ്റ കളക്ഷൻ നേരത്തെ നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞ ആ കാര്യങ്ങളാണ്. ഡാറ്റ കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അല്ലേ, ടേബിളിന്റെ ഫോമിൽ അറേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ കൃത്യമായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം അതിനെ വിശകലനം ചെയ്യുന്നു, അനാലിസിസ്. പിന്നെ അതിൽ നിന്ന് നമ്മൾ നിഗമനത്തിലേക്ക് എത്തുന്നു, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസിമിനേഷൻ. ഈ പ്രോസസ്സുകളെല്ലാം നടത്താൻ ഉള്ള ഒഫീഷ്യൽ ഏജൻസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ മെയിൻ ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ആണ്, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ okay for systematic collection, compilation, analysis, interpretation and dissemination of statistics relating to various sectors of കേരള എക്കണോമി. അപ്പൊ കേരളത്തിലെ നമ്മളുടെ വിവിധ മേഖലകളിൽ നടത്തുന്ന സ്റ്റാറ്റിസ്റ്റിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ആണ്. അടുത്ത സെന്റൻസ്, ദ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ നെർവ് സെന്റർ ഓഫ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. പ്രധാനപ്പെട്ട ഓഫീസാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അത്. ഡയറക്ടർ ഈസ് ദ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഡയറക്ടറേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഡയറക്ടർ ആണ്. ഡയറക്ടർ ഈസ് ദ ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. Being the statistics authority of the state, the director functions as the authority for collection, processing and dissemination of all statistical data relating to the state economy. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന്റെ ഹെഡ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്റ്റേറ്റിലുള്ള എല്ലാ ഡാറ്റ കളക്ഷനും പ്രോസസ്സിങ്ങും എല്ലാത്തിന്റെയും ഉത്തരവാദിത്വവും ആർക്ക് തന്നെയാണ്? ഡയറക്ടർക്ക് തന്നെയാണ്. അപ്പൊ എന്താണ് ഈ ഡാറ്റ കളക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഓക്കെ, അപ്പൊ ഡാറ്റ കളക്ഷൻ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളെല്ലാം ഒഫീഷ്യലി കളക്ട് ചെയ്യുന്നതും അതിനെ പ്രോസസ് ചെയ്യുന്നതും അതിൽ നിന്ന് ഇന്റർപ്രിട്ടേഷൻ എടുക്കുന്നതുമായിട്ടുള്ള ഒഫീഷ്യലി നിയോഗിക്കപ്പെടുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ സബ് ഓഫീസുകളും എല്ലാം ഉണ്ട്. എങ്കിലും അതിന്റെ ഹെഡ് എന്നുള്ളത് ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ പറയുന്നത്. Besides the directorate, there are 14 district officers, each headed by deputy director. പിന്നെന്താ, ഡയറക്ടറേറ്റ് കൂടാതെ 14 ജില്ലാതല ഓഫീസുകളുണ്ട്. ആ 14 ഓരോ ജില്ലാതല ഓഫീസിന്റെയും ഹെഡ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അവരുടെ ഒഫീഷ്യൽ നെയിം ഡെപ്യൂട്ടി ഡയറക്ടർ ആണ്. അപ്പൊ 14 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട്, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് വയനാട്. വയനാട്ടിലില്ല. The deputy director in the district offices is assisted by one district officer and one or more additional district officers. ഓക്കെ, അപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറെ സഹായിക്കാനായിട്ട് ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ ഉണ്ടാവും, അതുപോലെ 1-2 അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റില് ജില്ലാതല ഓഫീസിൽ ഡയറക്ടറേറ്റിൽ ആരൊക്കെ ഉണ്ടാവും? ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാവും, പിന്നെ അതുപോലെ ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ ഉണ്ടാവും, പിന്നെ അതിന്റെ വലുപ്പത്തിന് ഏരിയയുടെ വലുപ്പത്തിനും ഒക്കെ അനുസരിച്ചിട്ട് 1-2 അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇപ്പൊ എത്ര ആളായി? 2 അഡീഷണൽ ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ്, ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ, ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ, 4 പേരായി അല്ലേ? പിന്നെ അതുകൂടാതെ 1 സൂപ്പർവൈസറി ഓഫീസർ. അപ്പൊ 5ാമത്തെ ആള് ഒരു സൂപ്പർവൈസറി ഓഫീസർ ഉണ്ടാവും. പിന്നെ 1 or 2 റിസർച്ച് ഓഫീസേഴ്സ്, റിസർച്ച് ഓഫീസറായിട്ട് 1-2 ആൾക്കാർ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു 7ഓളം പേര് ഒഫീഷ്യലി എവിടെ ഉണ്ടാവും? ജില്ലാതല ഡിസ്ട്രിക്ട് ഓഫീസേഴ്സിൽ 14 ജില്ലാതല ഓഫീസുകളിൽ ഉണ്ടാവും. ഇനി ജില്ലയുടെ താഴെയായിട്ട്, അതായത് ആദ്യം സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഡയറക്ടറേറ്റ് പറഞ്ഞു, പിന്നെ ഓരോ ജില്ലയിലും ഉള്ള ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് പറഞ്ഞു,
ഇനി ഓരോ ജില്ലയുടെ അകത്തും താലൂക്ക് ലെവലിൽ ഓരോ താലൂക്കിലും ദർ ഈസ് എ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ അവനവന്റെ താലൂക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. At taluk level, there is a taluk statistical office, which is the lowest statistical unit in the state. പിന്നെ അത് കഴിഞ്ഞ് വില്ലേജ് തലത്തിൽ അങ്ങനെയൊന്നുമില്ല, ഒരു താലൂക്കിൽ ഒരു ഓഫീസ്, അതിന്റെ പേര് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. There are at present 61 taluk statistical officers, each under the control of taluk statistical officer. ഇപ്പോൾ നമുക്ക് 61 താലൂക്ക് തല സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളുണ്ട്. ഓരോന്നിലെയും ഓരോ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലെയും ഹെഡ് എന്ന് പറയുന്നത് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് കേരള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തുടക്കം മുതൽ ഉള്ള നോട്ട്സ് ഓരോന്നായിട്ട് ഈ വോയിസ് ക്ലിപ്പിന്റെ കൂടെ വായിച്ച് മനസ്സിലാക്കുക. എല്ലാം പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നോട്ട്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അതെല്ലാം നന്നായി പഠിച്ച് മനസ്സിലാക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും.